ഹോളോകോസ്റ്റ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നാസികൾ ജൂതർക്ക് മേൽ നടത്തിയ നരമേധം. 60 ലക്ഷത്തോളം ജൂതരുടെ ജീവനെടുത്ത ഈ കൂട്ടക്കൊലകൾക്ക് വേദിയായത് ഓഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലെയുള്ള അനേകം കുരുതിക്കളങ്ങൾ. ഏതൊരു യുദ്ധത്തിലെയും പോലെ അവിടെയും നിസ്സഹായരും നിഷ്കളങ്കരുമായ കുട്ടികളുണ്ടായിരുന്നു. എന്തിനാണ് അവർ തങ്ങളെ തടവിലാക്കിയത് എന്നോ എന്തിനാണ് അവർ തങ്ങളുടെ കുടുംബങ്ങളെ കൊന്നെടുക്കുന്നത് എന്ന് പോലും അറിയാത്ത 10,000-കണക്കിന് കുട്ടികൾ. അവരിൽ ഒരുവനായിരുന്നു 8 വയസ്സുകാരൻ ഷ്മ്യുവൽ. ഒരിക്കൽ അവന് കൂട്ടായി അവിടേക്ക് ബ്രൂണോ എന്ന മറ്റൊരു കുട്ടി എത്തി. പക്ഷേ ബ്രൂണോ ഒരു തടവുകാരനായിരുന്നില്ല, മറിച്ചൊരു മുതിർന്ന നാസി ഉദ്യോഗസ്ഥന്റെ മകനായിരുന്നു. പിന്നീട് ഇരുവർക്കും ഇടയിലുണ്ടാവുന്ന സൗഹൃദത്തിന്റെ കഥ പറയുന്ന ജോൺ ബോയിൻ എഴുതി 2006 പുറത്തു വന്ന നോവലിന്റെ ചലച്ചിത്ര പതിപ്പാണ് ദി ബോയ് ഇൻ ദി സ്ട്രൈപ്ഡ് പജാമാസ്. ആയിരത്തി 1940-കളുടെ തുടക്കത്തിലാണ് ഈ കഥ ആരംഭിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ബെർലിൻ നഗരം അപ്പോഴും ശാന്തമായിരുന്നു. ആ നഗരവീതിയിലൂടെ ബ്രൂണോ എന്ന 8 വയസ്സുകാരനും അവൻ്റെ കൂട്ടുകാരും സ്കൂൾ വിട്ട് വീടുകളിലേക്ക് ഓടുകയാണ്. വഴിയിൽ പട്ടാളക്കാർ ചില മനുഷ്യരെ ഭീഷണിപ്പെടുത്തി വണ്ടിയിലേക്ക് തള്ളിക്കയറ്റുന്നതും പിടിച്ചുകൊണ്ടുപോകുന്നതുമൊക്കെ ബ്രൂണോ കാണുന്നുണ്ട്. എന്നാൽ അതൊരു സ്ഥിരം കാഴ്ചയായിരുന്നുകൊണ്ട് തന്നെ അതൊന്നും നോക്കി നിൽക്കാതെ അവൻ വേഗം വീട്ടിലേക്ക് ഓടി. ബ്രൂണോയുടെ ആ വലിയ വീട്ടിൽ എന്തൊക്കെയോ ആഘോഷങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയായിരുന്നു. ജോലിക്കാർ തിടുക്കപ്പെട്ട് വീട് വൃത്തിയാക്കുകയും ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നു. പതിവില്ലാതെ എന്താണ് ഇങ്ങനെയെന്ന് കുഞ്ഞു ബ്രൂണോയ്ക്ക് ആദ്യം മനസ്സിലായില്ല. അച്ഛന് ജോലിയിൽ സ്ഥാനക്കയറ്റം കിട്ടിയിരിക്കുന്നുവെന്നും അതിൻ്റെ ആഘോഷമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്നും അമ്മ എൽസയും ചേച്ചി ഗ്രേറ്റലും ബ്രൂണോയോട് പറഞ്ഞു. പക്ഷേ അച്ഛൻ ഇപ്പോൾ തന്നെ പട്ടാളത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥനാണെന്ന് ബ്രൂണോയ്ക്ക് അറിയാമായിരുന്നു. ഇനി അതിലും വലിയ ജോലി എന്താണെന്ന് അവൻ സംശയിക്കാതിരുന്നില്ല. പക്ഷേ വിശേഷങ്ങൾ അവിടെയും തീർന്നിരുന്നില്ല. നാസി SS കമാൻഡൻ്റായിരുന്ന ബ്രൂണോയുടെ അച്ഛൻ റാൽഫാണ് അവനോട് കാര്യങ്ങൾ പറഞ്ഞത്. നമ്മൾ ബെർലിൻ നഗരത്തിൽ നിന്ന് പോവുകയാണെന്നും നമുക്കിത്രയും തിരക്കൊന്നുമില്ലാത്ത മറ്റൊരു സ്ഥലത്തേക്ക് പോകാമെന്നും അച്ഛൻ പറഞ്ഞപ്പോൾ ബ്രൂണോയ്ക്കത് താങ്ങാൻ കഴിഞ്ഞില്ല. കാരണം തൻ്റെ കൂട്ടുകാരെ വിട്ടുപിരിയാൻ അവൻ തയ്യാറായിരുന്നില്ല. പക്ഷേ അച്ഛൻ്റെ ജോലിയുടെ ഭാഗമായി അവിടേക്ക് പോകാതിരിക്കാൻ കഴിയില്ല എന്നും അവിടെ ചെന്നാൽ ഒരുപാട് നല്ല കൂട്ടുകാരെ കിട്ടുമെന്നും ഒരു വലിയ വീടും ഒരു വലിയ പൂന്തോട്ടവും അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും ചേച്ചിയും അവനെ മോഹിപ്പിച്ചപ്പോൾ കൂടെ ചെല്ലാമെന്നവൻ സമ്മതിച്ചു. അങ്ങനെ വൈകുന്നേരത്തോടെ ആഘോഷങ്ങൾ ആരംഭിച്ചു. റാൽഫിൻ്റെയും എൽസയുടെയും സുഹൃത്തുക്കളും അനേകം സൈനികോദ്യോഗസ്ഥരും അവിടെ സന്നിഹിതരായിരുന്നു. അക്കൂട്ടത്തിൽ റാൽഫിൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അയാളുടെ അച്ഛൻ അയാളെ അഭിനന്ദിക്കുകയും തൻ്റെ മകൻ്റെ നേട്ടത്തിൽ താൻ എത്രത്തോളം അഭിമാനിക്കുന്നുവെന്ന് അയാളോട് പറയുകയും ചെയ്തു. പക്ഷേ അയാളുടെ അമ്മയ്ക്ക് ഹിറ്റ്ലറെയും അയാളുടെ നാസി പട്ടാളത്തെയും വെറുപ്പായിരുന്നു. നാസി യൂണിഫോം ധരിച്ച് സ്ഥാനക്കയറ്റം കിട്ടി തൻ്റെ മകൻ മുന്നിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നുവെങ്കിലും ആ ഇഷ്ടക്കേട് അവർ പ്രകടിപ്പിച്ചില്ല. ബ്രൂണോയെപ്പോലെ അവർക്കും ആ സന്തോഷങ്ങളിൽ പങ്കുചേരാൻ കഴിഞ്ഞില്ല. അങ്ങനെ യാത്ര പുറപ്പെടേണ്ട ദിവസം വന്നെത്തി. ആ വലിയ വീടിനോടും തൻ്റെ കൂട്ടുകാരോടും യാത്ര പറഞ്ഞ് അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കുമൊപ്പം ബ്രൂണോ യാത്ര തിരിച്ചു. ജർമ്മനി പിടിച്ചെടുത്ത പോളണ്ടിലെ ഒരു ഗ്രാമത്തിലേക്കാണ് അവർ പോയത്. പക്ഷേ ആ യാത്രയിൽ ബ്രൂണോ മാത്രം ദുഃഖിതനായിരിക്കുന്നത് കണ്ട് അവിടെ ചെല്ലുമ്പോൾ എല്ലാം ശരിയാകുമെന്ന് എൽസയും റാൽഫും ആശ്വസിച്ചു. ദീർഘനേരത്തെ യാത്രയ്ക്ക് ശേഷം അവരങ്ങനെ പോളണ്ടിലെ ആ ഗ്രാമത്തിലെ തങ്ങളുടെ പുതിയ വീട്ടിലേക്കെത്തി. ബെർലിൻ നഗരത്തിലെ തങ്ങളുടെ വീടിനോളം തന്നെ വലിപ്പമുള്ള വലിയൊരു വീടായിരുന്നു അതും. പക്ഷേ ബ്രൂണോയ്ക്കപ്പോഴും നിരാശയായിരുന്നു. കാരണം ആ വീടിനടുത്തായി മറ്റ് വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ തനിക്ക് കൂട്ടുകാരും ഉണ്ടാവില്ല എന്ന് ബ്രൂണോ മനസ്സിലാക്കി. പുതിയ വീട്ടിലേക്ക് ചെന്ന് കയറിയ പാട് തന്നെ റാൽഫ് തൻ്റെ ജോലി തിരക്കുകളിലേക്ക് നീങ്ങി. എൽസയാകട്ടെ മക്കളോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുറി തിരഞ്ഞെടുത്തുകൊള്ളാൻ പറഞ്ഞ് അവരെ മുകളിലേക്ക് അയച്ചു. തങ്ങളുടെ പഴയ വീട്ടിലെ ജോലിക്കാരിയായിരുന്ന മരിയയും അവർക്കൊപ്പം അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നിരാശനായിരിക്കുന്ന ബ്രൂണോയെ മരിയയും ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവരെ കൂടാതെ ആ വീട്ടിൽ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. റാൽഫിൻ്റെ കീഴുദ്യോഗസ്ഥനായിരുന്ന ലഫ്റ്റനന്റ് കോട്ട്ലർ. വീടിൻ്റെ സുരക്ഷയ്ക്കും മറ്റും നേതൃത്വം നൽകിയിരുന്നത് കോട്ട്ലർ ആയിരുന്നു. ദിവസങ്ങൾ വളരെ പതിയെ അങ്ങനെ കടന്നുപോയി.
ഒരിക്കൽ ബ്രൂണോ ആ വീടിൻ്റെ വെന്റിലേഷനിലൂടെ പുറത്തേക്ക് നോക്കുമ്പോഴാണ് അങ്ങ് ദൂരെയായി കുറച്ച് കെട്ടിടങ്ങൾ അവൻ കാണുന്നത്. ദൂരെ കാടിന് നടുവിലായുള്ള ആ കെട്ടിടങ്ങൾ കണ്ടാൽ അതൊരു വലിയ ഫാമാണെന്നേ തോന്നുകയുള്ളൂ. അതുകൊണ്ട് തന്നെ താൻ അവിടെയുള്ള ഫാമിലെ കുട്ടികൾക്കൊപ്പം കളിക്കാൻ പോയിക്കോട്ടെ എന്ന് ബ്രൂണോ അമ്മയോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ ആ സ്ഥലം അത്ര പരിചയമില്ലാത്തതിനാലും അവിടെ ഒരു ഫാം ഉള്ളതായി അറിവില്ലാത്തതിനാലും ഇപ്പോൾ അവിടേക്ക് പോകണ്ട എന്നാണ് എൽസ അവനോട് പറഞ്ഞത്. എന്നാൽ അപ്പോഴേക്കും മുഷിഞ്ഞ വസ്ത്രം ധരിച്ചൊരു മനുഷ്യൻ ആ അടുക്കളയിലേക്ക് പ്രവേശിച്ചു. അയാളുടെ കയ്യിൽ കുറച്ച് പച്ചക്കറികളുമുണ്ടായിരുന്നു. അയാൾ ധരിച്ചിരുന്ന നീലയും വെള്ളയും വരകളുള്ള പാൻറ് കണ്ടപ്പോൾ അയാളൊരു കർഷകനാണ് എന്ന് ബ്രൂണോ മനസ്സിലാക്കി. കാരണം ദൂരെയുള്ള ആ ഫാമിലെ കർഷകരെല്ലാം നീലയും വെള്ളയും വരകളുള്ള പജാമകളാണ് ധരിച്ചിരുന്നത്. ബ്രൂണോ അത് പറഞ്ഞപ്പോൾ തന്നെ അവൻ കണ്ട ഫാം എന്താണെന്ന് എൽസ തിരിച്ചറിഞ്ഞു. അവർ ആ വെന്റിലേഷനിലൂടെ നോക്കി അത് ഉറപ്പിച്ചു. ഇതേ സമയം തന്നെ ബ്രൂണോ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്ന് താൻ കണ്ട ഫാമിനെക്കുറിച്ചും അവിടുത്തെ പജാമ ധരിച്ച കർഷകരെക്കുറിച്ചും ചോദിച്ചു. അവിടേക്ക് മോൻ ശ്രദ്ധിക്കണ്ട എന്നും അവരൊന്നും സാധാരണ മനുഷ്യരല്ല എന്നും റാൽഫ് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ദേഷ്യപ്പെട്ട എൽസ അവിടേക്കെത്തി. ബ്രൂണോയെ സമാധാനിപ്പിച്ച് പറഞ്ഞയച്ച ശേഷം അവർ ഭർത്താവിനോട് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞത് അത് മൈലുകൾ അകലെയാണെന്നല്ലേ? ഇതിപ്പോൾ നമ്മുടെ വീടിന് തൊട്ടടുത്താണല്ലോ. സത്യത്തിൽ ബ്രൂണോ അവിടെ കണ്ട ഫാമുകളായിരുന്നില്ല. അത് ജൂതരെ പാർപ്പിച്ചിരിക്കുന്ന ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പായിരുന്നു. ഓഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പ്. ആ ക്യാമ്പിൻ്റെ മേൽനോട്ടം ഏറ്റെടുക്കാനായിരുന്നു റാൽഫ് കുടുംബത്തോടൊപ്പം അവിടേക്കെത്തിയത്. നാസികൾ ജൂതരോട് ചെയ്യുന്ന ക്രൂരതകൾ എന്താണെന്ന് എൽസയ്ക്ക് അറിയാമായിരുന്നു. പക്ഷെ അത് കൺമുന്നിൽ കാണേണ്ടി വരുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നേയില്ല. എന്തായാലും അവർ അന്ന് തന്നെ ആ വെന്റിലേഷൻ അടച്ചു. ബ്രൂണോ വീണ്ടും നിരാശനായി. എങ്കിലും അവൻ സ്വയം സന്തോഷം കണ്ടെത്താൻ തീരുമാനിച്ചു. അവൻ ആ മുറ്റത്ത് കൂടി ഒറ്റയ്ക്ക് ഓടിക്കളിക്കാനും തനിച്ചിരുന്ന് ചെക്കേഴ്സ് ഗെയിം കളിക്കാനും ആരംഭിച്ചു. പക്ഷേ പതിയെ പതിയെ അവൻ അതും മടുത്തു. അങ്ങനെ ഇരിക്കെ ഒരിക്കലാണ് ഔട്ട് ഹൗസിലേക്കുള്ള വാതിൽ തുറന്നു കിടക്കുന്നത് ബ്രൂണോ കണ്ടത്. മറ്റാരും കാണാതെ അവൻ ആ വാതിൽ തുറന്ന് ഇറങ്ങിപ്പോകാൻ തുടങ്ങിയതും എൽസ അവനെ കണ്ടു. അവിടേക്ക് പോകണ്ട എന്നും അവിടെ അപകടം പിടിച്ചതാണെന്നും മുൻവശത്തെ മുറ്റത്തേക്ക് പോയി കളിച്ചുകൊള്ളാനും പറഞ്ഞ് എൽസ അവനെ തിരികെ അയച്ചു. അങ്ങനെ ആ വഴിയും ബ്രൂണോയ്ക്ക് മുന്നിൽ അടഞ്ഞു. പുതിയ സ്കൂളിൽ ചെല്ലുമ്പോൾ പുതിയ കൂട്ടുകാരെ കിട്ടുമെന്ന് അവൻ അപ്പോഴും ആശ്വസിച്ചു. പക്ഷെ അങ്ങനെ ഇരിക്കെയാണ് അച്ഛൻ അവരോടത് പറഞ്ഞത്. അവരെ പഠിപ്പിക്കാനായി ഹെർലിസ്റ്റ് എന്നൊരു അധ്യാപകൻ വീട്ടിലേക്ക് വരുന്നുണ്ടായിന്ന്. അതായത് തങ്ങൾ സ്കൂളിലേക്ക് പോവുകയല്ല, സ്കൂൾ വീട്ടിലേക്ക് വരികയാണ് എന്ന്. അതെന്താണ് അങ്ങനെയെന്ന് അവൻ ചോദിച്ചപ്പോൾ തൽക്കാലം അതാണ് നല്ലത് എന്നാണ് അച്ഛൻ പറഞ്ഞത്. ബ്രൂണോ വീണ്ടും നിരാശനായി. അങ്ങനെ ഒരിക്കൽ ഒറ്റയ്ക്ക് ആ മരച്ചുവട്ടിലിരിക്കുമ്പോഴാണ് ആ മരത്തിലൊരു ഊഞ്ഞാൽ കെട്ടിയാലോ എന്ന് ബ്രൂണോ ഓർത്തത്. അതിനായി അവൻ അവിടെ കാറ് കഴുകിക്കൊണ്ടിരുന്ന കോഡ്ലർക്കടുത്തേക്കെത്തി തനിക്ക് ഊഞ്ഞാൽ കെട്ടാൻ ഒരു പഴയ ടയർ വേണമെന്ന് ആവശ്യപ്പെട്ടു. കോഡ്ലർ ഉടൻ തന്നെ ആ മുറ്റത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന പജാമ ധരിച്ച ആ പാവം മനുഷ്യനെ അവിടേക്ക് വിളിച്ചു. ശേഷം ബ്രൂണോയ്ക്ക് ഊഞ്ഞാൽ കെട്ടാനായി ഔട്ട് ഹൗസിൽ നിന്ന് പഴയൊരു ടയർ എടുത്തു കൊടുക്കാൻ അയാൾ ആ മനുഷ്യനോട് ആവശ്യപ്പെട്ടു. പട്ടാളക്കാരെ എല്ലാവരും ഭയക്കുന്നുവെന്ന് ബ്രൂണോയ്ക്ക് നന്നായി അറിയാം. പക്ഷേ ഈ മനുഷ്യൻ എന്തിനാണ് ആ പട്ടാളക്കാരനെ ഇത്രയും ഭയക്കുന്നത് എന്ന് ബ്രൂണോ സംശയിച്ചു. മുടന്തി അങ്ങനെ നടക്കുന്ന ആ മനുഷ്യന് പിന്നാലെ ബ്രൂണോ ഔട്ട് ഹൗസിലേക്കെത്തി. അയാൾ അവനൊരു പഴയ ടയറ് അവിടെ നിന്ന് എടുത്തു കൊടുക്കുകയും ചെയ്തു. പക്ഷേ ആ പട്ടാളക്കാരന് മുന്നിൽ നിന്ന് അതേ ഭയത്തോടെ തന്നെയാണ് അയാൾ തൻ്റെ മുന്നിലും നിൽക്കുന്നത് എന്ന് ബ്രൂണോയ്ക്ക് മനസ്സിലായി. പക്ഷേ അപ്പോഴാണ് ഔട്ട് ഹൗസിന് പുറത്തേക്ക് തുറക്കുന്നൊരു വലിയ ജനൽ ബ്രൂണോയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അതുവഴി പുറത്തിറങ്ങിയാൽ ആ ഫാമിലേക്ക് എത്താൻ കഴിയുമെന്ന് അവന് മനസ്സിലായി. പിന്നീട് ആ മനുഷ്യൻ കെട്ടിക്കൊടുത്ത ആ ഊഞ്ഞാലിലാടുമ്പോഴും എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് എങ്ങനെ ആ ഫാമിലേക്ക് പോകാമെന്നാണ് ബ്രൂണോ ചിന്തിച്ചത്. പക്ഷെ അതിനിടയ്ക്കാണ് അവൻ ദൂരെ ആകാശത്ത് കറുത്ത പുകയുരുന്നത് കണ്ടത്. അതെന്താണെന്നറിയാനായി ആ ഊഞ്ഞാലിൽ കയറി നിൽക്കാൻ ശ്രമിച്ചതും കാല് തെറ്റി അവൻ നിലത്തേക്ക് വീണു. കാലിൽ മുറിവ് പറ്റി അവിടെ വീണുകിടന്ന ബ്രൂണോയെ അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയത് പജാമ ധരിച്ച ആ മനുഷ്യനാണ്. അയാൾ അവൻ്റെ മുറിവ് കഴുകി അത് കെട്ടിവെച്ചു കൊടുത്തു. പേടിക്കേണ്ട എന്ന മുറിവ് ഉടൻ തന്നെ ഉണങ്ങുമെന്നും അയാൾ അവനെ ആശ്വസിപ്പിച്ചു. ആശുപത്രിയിൽ ചെയ്യുന്ന പോലെ ഒരു മുറിവ് കെട്ടാനും അത് പെട്ടെന്ന് ഉണങ്ങുമെന്നും ആ മനുഷ്യൻ എങ്ങനെ അറിയാമെന്ന് ബ്രൂണോയ്ക്ക് സംശയമായി. അതുകൊണ്ട് തന്നെ അവൻ അയാളെക്കുറിച്ച് അയാളോട് തന്നെ ചോദിക്കാൻ ആരംഭിച്ചു.
അയാളുടെ പേര് പവൽ എന്നായിരുന്നു. ഇവിടെ എത്തും മുൻപ് അയാളൊരു ഡോക്ടറായിരുന്നു അത്രേ. നിങ്ങൾ പിന്നെ എന്താണ് ആശുപത്രികളിൽ പോകാതെ ഇവിടെ ഇരുന്ന് ഉരുളക്കിഴങ്ങ് മുറിക്കുന്നത് എന്ന് ബ്രൂണോ അയാളോട് ചോദിച്ചു. നിറഞ്ഞ കണ്ണുകളുമായി ഒന്ന് പുഞ്ചിരിച്ചതല്ലാതെ അയാൾ മറുപടിയൊന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും പുറത്തു പോയിരുന്ന എൽസ വീട്ടിലേക്ക് മടങ്ങിയെത്തി. താൻ ഊഞ്ഞാലിൽ നിന്ന് വീണുവെന്നും പവലത് കെട്ടിവെച്ച് തന്നുവെന്നും ബ്രൂണോ അമ്മയോട് പറഞ്ഞു. ബ്രൂണോയെ മുറിയിലേക്ക് പറഞ്ഞു വിട്ട ശേഷം മറ്റാരും കാണാതെ എൽസ ആ മനുഷ്യനോട് നന്ദി പറഞ്ഞു. അപ്പോഴും അവരുടെ മുഖത്തേക്കൊന്ന് നോക്കാൻ പോലും ആ മനുഷ്യൻ ധൈര്യപ്പെട്ടില്ല. അങ്ങനെ പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി. ഒരിക്കൽ റാൽഫ് പറഞ്ഞതുപോലെ സ്കൂൾ ഒരു സൈക്കിളിൽ അവരുടെ വീട്ടിലേക്കെത്തി. ഹെർലിസ്റ്റ് എന്നു പേരായ അധ്യാപകൻ ആ കുട്ടികളെ രണ്ടുപേരെയും പഠിപ്പിക്കാൻ ആരംഭിച്ചു. ആദ്യ ദിനം തന്നെ എടുത്താൽ പൊങ്ങാത്തൊരു പുസ്തകവും അയാൾ ബ്രൂണോയ്ക്ക് വായിക്കാനും നൽകി. പക്ഷെ വളരെ മടുപ്പിക്കുന്ന പുസ്തകം വായിക്കാൻ ബ്രൂണോ താല്പര്യപ്പെട്ടതേയില്ല. എങ്കിലും ഒരിക്കൽ ആ പുസ്തകം അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഔട്ട് ഹൗസിലേക്കുള്ള വാതിൽ തുറന്നു കിടക്കുന്നത് ബ്രൂണോയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. എൽസ പുറത്തേക്ക് പോയിരിക്കുന്ന സമയം കൂടിയായിരുന്നു അത്. ഇത് തന്നെയാണ് അവസരമെന്ന് കണ്ട് അവൻ വേഗം തന്നെ ഔട്ട് ഹൗസിലേക്ക് ഓടി. ശേഷം ആ ജനൽ വഴി അവൻ പുറത്തേക്ക് ചാടി. ആ വീടിന് പുറകുവശത്തായി വലിയൊരു കാടുണ്ടായിരുന്നു. അതുവഴി പോയാൽ ആ ഫാമിലേക്ക് എത്താൻ കഴിയുമെന്ന് മനസ്സിലാക്കി ബ്രൂണോ ആ കാട്ടിലൂടെ തുള്ളിച്ചാടി അങ്ങനെ നടക്കാൻ ആരംഭിച്ചു. ഒരു കൊച്ചരുവി കടന്നങ്ങനെ മുന്നിലേക്ക് പോയപ്പോൾ അവൻ കണ്ടത് ഒരു വലിയ ഇരുമ്പ് വേലിയാണ്. വേലിക്കപ്പുറത്ത് അതിന് ചുവട്ടിലായി ഒരു കൊച്ചുകുട്ടി തളർന്നിരിപ്പുണ്ടായിരുന്നു. ആദ്യമൊന്നും മടിച്ചുവെങ്കിലും പിന്നീട് ബ്രൂണോ അവൻ അടുത്തേക്ക് ചെന്നു. ബ്രൂണോ അടുത്തേക്ക് എത്തിയപ്പോഴേ അതാരെങ്കിലും കാണുന്നുണ്ടോ എന്ന് ആ കുട്ടി പരിഭ്രമിച്ചു. മറ്റാരും കാണാതെ ആ കുട്ടി ആ കോൺക്രീറ്റ് പാളികൾക്ക് പിന്നിൽ വിശ്രമിക്കുകയായിരുന്നു. അവനും പവലിനെ പോലെ വരയൻ പജാമ തന്നെയാണ് ധരിച്ചിരുന്നത്. നിനക്കവിടെ ഒരുപാട് കൂട്ടുകാരില്ലേ, പിന്നെ എന്തിനാണ് ഇവിടെ വന്ന് ഒറ്റയ്ക്കിരിക്കുന്നത് എന്ന് ബ്രൂണോ അവനോട് ചോദിച്ചു. എല്ലാവരും എന്നോട് വഴക്കുണ്ടാക്കുമെന്നും എനിക്ക് ഒറ്റയ്ക്കിരിക്കാനാണ് ഇഷ്ടമെന്നുമാണ് ആ കുട്ടി മറുപടി പറഞ്ഞത്. അങ്ങനെ അവർ തമ്മിൽ പരിചയപ്പെട്ടു. ആ കുട്ടിയുടെ പേര് ഷ്മിയോൽ എന്നായിരുന്നു. എൻ്റെ വീട് കുറച്ച് അപ്പുറത്താണ് എന്ന് ബ്രൂണോ പറഞ്ഞപ്പോൾ അവിടെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ആ കുട്ടി ചോദിച്ചത്. അവന് വല്ലാതെ വിശക്കുന്നുണ്ടായിരുന്നു. താൻ ഭക്ഷണമൊന്നും കയ്യിൽ കരുതിയില്ലല്ലോ എന്നോർത്ത് ബ്രൂണോയ്ക്ക് വിഷമം തോന്നി. അപ്പോഴേക്കും അങ്ങ് ദൂരെ നിന്ന് ആ കുട്ടിയെ ആരോ വിളിച്ചതും അവൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് തൻ്റെ വീൽബാരോയുമായി അവിടേക്ക് ഓടിപ്പോയി. ദൂരെ എന്തൊക്കെയോ കെട്ടിടങ്ങളുടെ പണി നടക്കുന്നുണ്ടായിരുന്നു. ഓടിപ്പോകുന്നതിനിടയ്ക്ക് തിരിഞ്ഞു നോക്കി അവൻ തന്നോട് യാത്ര പറഞ്ഞത് കേട്ടപ്പോൾ ബ്രൂണോയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ഒരുപാട് നാളുകൾക്ക് ശേഷം തനിക്ക് പുതിയൊരു കൂട്ടുകാരനെ കിട്ടിയിരിക്കുന്നു. പിന്നീട് അവൻ വീട്ടിലെത്തി അന്വേഷിച്ചത് തൻ്റെ ഫുട്ബോളാണ്. മച്ചിന് മുകളിൽ കയറി തപ്പിയെടുത്ത ശേഷം ബ്രൂണോ അടുക്കളയിലേക്കെത്തി അമ്മ കാണാതെ ഒരു പാക്കറ്റ് ചോക്ലേറ്റ് എടുത്ത് പോക്കറ്റിലിട്ടു. പിറ്റേന്ന് അമ്മ പുറത്തേക്ക് പോയപ്പോൾ അവൻ വേഗം തന്നെ വേലിക്കടുത്തേക്ക് ചെന്ന് ഒരുപാട് നേരം കാത്തിരുന്നുവെങ്കിലും ഷ്മിയോലൊന്നും അവിടേക്ക് വന്നില്ല. ഒരുപാട് നേരം നോക്കിയിരുന്ന അവസാനം ഷ്മിയോലിനായി കരുതിയിരുന്ന ചോക്ലേറ്റ് ബ്രൂണോ തന്നെ കഴിച്ചു. ഷ്മിയോലിനെ കാണാത്ത നിരാശയിൽ ബാക്കി വന്ന ചോക്ലേറ്റ് ആ വേലിയിലേക്ക് എറിഞ്ഞപ്പോഴാണ് ആ വേലിയിൽ കറണ്ടുണ്ടെന്ന് ബ്രൂണോയ്ക്ക് മനസ്സിലായത്. അങ്ങനെ നിരാശനായി ബ്രൂണോ വീട്ടിലേക്ക് മടങ്ങിയെത്തി. പിറ്റേന്ന് രാവിലെ പഠിപ്പിക്കാനായി ലിസ്റ്റ് വീട്ടിലേക്ക് എത്തിയിരുന്നു. അന്നും മടുപ്പിക്കുന്ന പാഠം തന്നെയായിരുന്നുവെങ്കിലും കുറച്ചു കഴിഞ്ഞ് തൻ്റെ കൂട്ടുകാരനടുത്തേക്ക് പോകാമല്ലോ എന്നോർത്ത് ബ്രൂണോ ആശ്വസിച്ചു. പിന്നീട് അമ്മ പുറത്തേക്ക് പോകാനായി അവൻ കാത്തിരുന്നു. എൽസയുടെ കാർ ആ ഗേറ്റ് വിട്ടതും ബ്രൂണോ വേഗം തന്നെ ഫാമിലേക്ക് ഓടി. എന്നാൽ അന്ന് ഷ്മിയോൽ അവനെ അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും എന്തിനാണ് എല്ലാ ദിവസവും പജാമ ഇടുന്നത് എന്ന് ബ്രൂണോ അവനോട് ചോദിച്ചു. ഞങ്ങളുടെ ഉടുപ്പെല്ലാം പട്ടാളക്കാർ കൊണ്ടുപോയി എന്നും പകരം ഇതാണ് ഇടാൻ തന്നത് എന്നും ഷ്മിയോൽ പറഞ്ഞപ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന് ബ്രൂണോയ്ക്ക് മനസ്സിലായില്ല. അപ്പോൾ തൻ്റെ അച്ഛനൊരു പട്ടാളക്കാരനാണെന്നും അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല എന്നും അദ്ദേഹം പാവമാണെന്നും ബ്രൂണോ അവനോട് പറഞ്ഞു. ശേഷം ഷ്മിയോലിൻ്റെ അച്ഛനെക്കുറിച്ചും പവലിനെക്കുറിച്ചും എല്ലാം അവർ സംസാരിച്ചു. ഷ്മിയോലിൻ്റെ അച്ഛൻ ഒരു അധ്യാപകനായിരുന്നു. അയാളിപ്പോൾ പട്ടാളക്കാരുടെ ബൂട്ടുകൾ പോളിഷ് ചെയ്യുന്നു. നല്ല ജോലികൾ ഉണ്ടായിരുന്ന അവരിപ്പോൾ ഉരുളക്കിഴങ്ങ് മുറിക്കുന്നതും ഷൂ പോളിഷ് ചെയ്യുന്നതും എന്തിനാണെന്ന് ആ രണ്ട് കുട്ടികൾക്കും അറിയില്ലായിരുന്നു.
ശേഷം അവിടെയുള്ള ചിമ്മിനികളെക്കുറിച്ചും അതിൽ നിന്ന് വരുന്ന കറുത്ത പുകയെക്കുറിച്ചുമാണ് ഇരുവരും സംസാരിച്ചത്. അവിടേക്ക് പോകാൻ തങ്ങൾക്ക് അനുവാദമില്ല എന്നും പഴയ തുണികളാണ് അവിടെ കത്തിക്കുന്നത് എന്നാണ് അമ്മ പറഞ്ഞത് എന്നും ഷ്മിയോൾ ബ്രൂണോയോട് പറഞ്ഞു. അവർക്ക് ചുറ്റുമുള്ള വേലിക്കെട്ടുകൾ കാട്ടുമൃഗങ്ങൾ അവരുടെ ഫാമിലേക്ക് കയറാതിരിക്കാനുള്ളതാണ് എന്നാണ് ബ്രൂണോ കരുതിയത്. പക്ഷെ അത് തങ്ങൾ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയുള്ളതാണെന്ന് ഷ്മിയോൾ പറഞ്ഞപ്പോൾ അതെന്തിനാണ് എന്ന് ബ്രൂണോ ചോദിച്ചു. ഞങ്ങൾ ജൂതരായതുകൊണ്ടാണെന്നാണ് അവർ പറയുന്നത് എന്ന് ഷ്മിയോൾ മറുപടി പറഞ്ഞു. ജൂതരോ? ജൂതർ മോശക്കാരാണെന്ന് തൻ്റെ അച്ഛൻ പറയുന്നത് താൻ കേട്ടിട്ടുണ്ടല്ലോ എന്ന് ബ്രൂണോ ഓർത്തു. എന്തോ പിന്നീട് ഷ്മിയോളിനോട് സംസാരിക്കാൻ കഴിയാതെ ബ്രൂണോ വേഗം വീട്ടിലേക്കോടി. ഇതേ സമയം തന്നെ മറ്റൊരു വശത്ത് ഗ്രേറ്റൽ അവളുടേതായ വിനോദങ്ങളും കണ്ടെത്താൻ ആരംഭിച്ചിരുന്നു. അവൾ തൻ്റെ അച്ഛൻ്റെ പാത പിന്തുടരുകയാണ് ചെയ്തത്. ഹിറ്റ്ലറുടെ ചിത്രങ്ങളും നാസി ആശയങ്ങൾ എഴുതിയ പോസ്റ്ററുകളും അവൾ തൻ്റെ മുറിയിൽ പതിപ്പിച്ചു വെച്ചിരുന്നു. ഇതെല്ലാം കണ്ട എൽസയ്ക്ക് ആശങ്കയുണ്ടാവാതിരുന്നില്ല. അവളും അവളുടെ അച്ഛനെപ്പോലെ ആവുകയാണോ എന്ന് എൽസ ഭയപ്പെട്ടു. ഗ്രേറ്റലിനെ ഏറെ സ്വാധീനിച്ചതാകട്ടെ അധ്യാപകനായ ഹെർലിസ്റ്റ് ആയിരുന്നു. അയാൾ ആ കുട്ടികളെ പഠിപ്പിച്ചത് നാസി ആശയങ്ങളും ജൂതവിരുദ്ധതയുമായിരുന്നു. ജൂതർ മനുഷ്യരാശിക്ക് തന്നെ ആപത്താണ് എന്നും അവർ സാഹിത്യത്തിലൂടെ മനുഷ്യർക്ക് വിനാശകരമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്നും സംഗീതത്തിലൂടെയും കലയിലൂടെയും അവർ മറ്റു മനുഷ്യരെ അപമാനിക്കുന്നുവെന്നും ജർമ്മനി 1-ാം ലോക മഹായുദ്ധം തോൽക്കാൻ അവരാണ് കാരണമെന്നും അയാൾ ആ കുട്ടികളെ പഠിപ്പിച്ചു. അതുകൊണ്ട് അവരെ ഇല്ലായ്മ ചെയ്യേണ്ടതുണ്ട് എന്നും ആ അധ്യാപകൻ പഠിപ്പിച്ചപ്പോൾ ബ്രൂണോയ്ക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഒരു ജൂതനായ തൻ്റെ കൂട്ടുകാരനെ മനസ്സിലോർത്ത് ജൂതരിൽ നല്ല മനുഷ്യരുമില്ലേ എന്ന് ബ്രൂണോ അധ്യാപകനോട് ചോദിച്ചു. നല്ലവനായൊരു ജൂതനെ നിനക്ക് കണ്ടെത്താൻ കഴിയില്ല എന്നാണ് അയാൾ മറുപടി പറഞ്ഞത്. ആ അധ്യാപകൻ ഇങ്ങനെ തൻ്റെ കുട്ടികളിൽ വിഷം കുത്തിവെക്കുന്നതിൽ എൽസയ്ക്ക് ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അതവർ റാൽഫിനോട് പറഞ്ഞപ്പോൾ കുട്ടികൾ എന്താണോ പഠിക്കേണ്ടത് അത് തന്നെയാണ് അവർ പഠിക്കുന്നത് എന്നാണ് അയാൾ മറുപടി പറഞ്ഞത്. പിന്നീട് അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഇരിക്കുമ്പോൾ എന്താണ് ആ ചിമ്മിനിയിൽ നിന്ന് വരുന്ന പുകയ്ക്കൊരു ദുർഗന്ധമെന്ന് ബ്രൂണോ അച്ഛനോട് ചോദിക്കുന്നുണ്ട്. അത് മോൻ ശ്രദ്ധിക്കേണ്ട, അതവർ മാലിന്യം കത്തിക്കുന്നതാണ് എന്ന് അയാൾ അവന് മറുപടി കൊടുത്തു. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി. ഹെർലിസ്റ്റ് പതിവ് പോലെ ആ കുട്ടികളെ പഠിപ്പിക്കാനായി എത്തും. പക്ഷേ അയാൾ പഠിപ്പിക്കുന്നതൊന്നും വിശ്വസിക്കാൻ ബ്രൂണോ തയ്യാറായില്ല. എല്ലാ ദിവസവും അവൻ അമ്മ പുറത്തേക്ക് പോകാനായി കാത്തിരിക്കും. അമ്മ പോകുമ്പോൾ അടുക്കളയിൽ നിന്ന് പലഹാരമെടുത്ത് ബാഗിൽ വെച്ച് എന്തെങ്കിലും കളിപ്പാട്ടവും എടുത്തവൻ ഷ്മിയോളിനടുത്തേക്ക് ഓടും. താൻ കൊണ്ടുകൊടുത്ത ഭക്ഷണം അവൻ ആസ്വദിച്ച് കഴിക്കുന്ന കാണുമ്പോൾ ബ്രൂണോയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നും. പക്ഷേ ഒരു ദിവസം പന്ത് കളിക്കാനായി പന്ത് വേലിക്കപ്പുറത്തേക്ക് അവൻ ഇട്ടപ്പോൾ ഷ്മിയോൾ പേടിച്ച് ആ പന്തെടുത്ത് തിരിച്ചു നൽകി. നിനക്കെന്താ പന്ത് കളിക്കാൻ ഇഷ്ടമില്ല എന്ന് ബ്രൂണോ അവനോട് ചോദിച്ചു. പന്ത് കളിക്കാൻ അവന് ഇഷ്ടമായിരുന്നു. പക്ഷെ അവിടെ കളിക്കാൻ അവന് പേടിയായിരുന്നു. പന്ത് ഏതെങ്കിലും പട്ടാളക്കാരൻ്റെ കണ്ണിൽ പെടുമെന്ന് അവൻ ഭയന്നു. പെട്ടെന്ന് തന്നെ ദൂരെ നിന്നൊരു വിളി വന്നതും ഷ്മിയോൾ എഴുന്നേറ്റ് അവിടേക്ക് ഓടി. ബ്രൂണോ വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോഴേക്കും എൽസയും തിരിച്ചെത്തിയിരുന്നു. ഔട്ട് ഹൗസിൽ നിന്ന് വരുന്ന ബ്രൂണോയെ കണ്ട് നീ എവിടേക്ക് പോയതാണ് എന്ന് എൽസ അവനോട് ചോദിച്ചു. തൻ്റെ പന്ത് അവിടേക്ക് പോയി എന്നും അതെടുക്കാൻ പോയതാണ് എന്നും ബ്രൂണോ അമ്മയോട് കളവ് പറഞ്ഞു. അപ്പോഴും അവൻ്റെ ബാഗിൽ പുസ്തകങ്ങളായിരുന്നുവെന്നാണ് എൽസ കരുതിയത്. എന്നാൽ അപ്പോഴാണ് ചുറ്റും പരക്കുന്ന ആ ദുർഗന്ധം എൽസയും ശ്രദ്ധിച്ചത്. അവർ അതേക്കുറിച്ച് കോട്ട്ലറോട് അന്വേഷിച്ചപ്പോൾ ജീവിച്ചിരിക്കുമ്പോഴുള്ളതിനേക്കാൾ ദുർഗന്ധം അവർ മരിച്ചു കഴിയുമ്പോഴാണല്ലേ എന്ന് കോട്ട്ലർ അവരോട് ചോദിച്ചു. പക്ഷേ അപ്പോഴാണ് ജൂതരുടെ മൃതദേഹങ്ങൾ കത്തിക്കുമ്പോഴുള്ള പുകയാണ് വരുന്നത് എന്ന് എൽസയ്ക്ക് മനസ്സിലായത്. അക്കാര്യം അവർക്കറിയില്ലായിരുന്നുവെന്ന് കോട്ട്ലർ പിന്നീടാണ് തിരിച്ചറിഞ്ഞത്. എൽസ വേഗം തന്നെ ദേഷ്യപ്പെട്ട് റാൽഫിനടുത്തേക്കെത്തി. നിങ്ങൾ ഈ ക്രൂരതയെല്ലാം ചെയ്യുന്നതിന് തൊട്ടടുത്താണോ എന്നെയും എൻ്റെ കുട്ടികളെയും പാർപ്പിച്ചിരിക്കുന്നത് എന്ന് അവർ വേദനയോടെ അയാളോട് ചോദിച്ചു. എൻ്റെ രാജ്യത്തിൻ്റെ നല്ലതിനു വേണ്ടിയാണിത്. ഒരു സൈനികനെന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്തമാണ് ഞാൻ നിറവേറ്റുന്നത്. നിന്നോട് മറച്ചു വെച്ചത് ഇത്തരം സൈനിക കാര്യങ്ങൾ രഹസ്യമായി വെക്കേണ്ടതുള്ളതുകൊണ്ടാണ് എന്ന് അയാൾ സ്വയം ന്യായീകരിച്ചു. പക്ഷേ എൽസയുടെ സമാധാനവും സന്തോഷവും എല്ലാം നഷ്ടമായിരുന്നു. പക്ഷേ പിന്നീടൊരു രാത്രിയിലാണ് അതിലും വേദനിപ്പിക്കുന്നൊരു സംഭവം ഉണ്ടാവുന്നത്. എല്ലാവരും ഒന്നിച്ചു ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അറിയാതെ പാവലിൻ്റെ കൈതട്ടി മേശയിലേക്ക് വീഞ്ഞു മറിഞ്ഞു. ഇതോടെ കോട്ട്ലർ അയാളെ മറ്റൊരു മുറിയിലേക്ക് വലിച്ചുകൊണ്ടുപോയി മർദ്ദിക്കാൻ ആരംഭിച്ചു.
അയാളോട് നിർത്താൻ പറയാൻ എൽസ റാൽഫിനോട് പറഞ്ഞിട്ടും റാൽഫ് അത് കേട്ടില്ല. ആ സംഭവം എൽസയേക്കാൾ വേദനിപ്പിച്ചത് കുഞ്ഞു ബ്രൂണോയാണ്. പാവം പാവലിനെ തല്ലിയതോർത്ത് വിഷമിച്ചിരിക്കുന്ന അവനെ ഗ്രേറ്റൽ പിന്നീട് ആശ്വസിപ്പിക്കുന്നുണ്ട്. ജൂതന്മാർ ചെകുത്താന്മാരാണെന്നും അവരത് അർഹിക്കുന്നുണ്ട് എന്നുമാണ് ഗ്രേറ്റൽ അവനോട് പറഞ്ഞത്. അതോടൊപ്പം മറ്റു ചില കാര്യങ്ങൾ കൂടി ഗ്രേറ്റൽ തൻ്റെ അനുജന് പറഞ്ഞു കൊടുത്തു. നീ കണ്ട ആ ഫാമില്ലേ, അതൊരു ഫാമല്ല, ഒരു ക്യാമ്പാണ്. അവിടെയാണ് നമ്മുടെ ശത്രുക്കളായ ജൂതന്മാരെ എല്ലാം പാർപ്പിച്ചിരിക്കുന്നത്. പാവലിനെ പോലെ അവിടെയുള്ള എല്ലാവരെയും പട്ടാളം ഉപദ്രവിക്കാറുണ്ട്. കാരണം അവർ നമ്മുടെ ശത്രുക്കളാണ്. ഗ്രേറ്റ് ഇത് പറഞ്ഞപ്പോൾ അങ്ങനെയുള്ളൊരു മോശം സ്ഥലത്ത് എന്തിനാണ് നമ്മുടെ അച്ഛൻ ജോലി ചെയ്യുന്നത് എന്ന് ബ്രൂണോ ചോദിച്ചു. ജൂതന്മാർക്ക് മാത്രമേ അത് മോശം സ്ഥലമായി ഉള്ളൂവെന്നും നമുക്കത് നല്ല സ്ഥലമാണ് എന്നും പറഞ്ഞ് അവൾ അനുജനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ എത്ര ആലോചിച്ചിട്ടും അവൾ പറഞ്ഞതിൻ്റെ യുക്തി അവന് മനസ്സിലായില്ല. തങ്ങളുടെ അച്ഛനൊരു നല്ലയാളാണോ മോശം ആളാണോ എന്ന് അവൻ സംശയിച്ചു. എൽസയാകട്ടെ ആ ക്യാമ്പിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് എപ്പോഴും ദുഃഖിതയായിരുന്നു. ജൂതന്മാർ കീടങ്ങളും ശത്രുക്കളും ചെകുത്താന്മാരുമാണെന്നാണ് ചേച്ചിയും അച്ഛനും മിസ്റ്റർ ലിസ്റ്റുമെല്ലാം പറയുന്നത്. പക്ഷേ അപ്പോഴും തൻ്റെ കൂട്ടുകാരനെ അങ്ങനെ കാണാൻ ബ്രൂണോയ്ക്ക് കഴിഞ്ഞില്ല. അവൻ്റെ അരികിലേക്ക് പോകണമോ വേണ്ടയോ എന്ന് ബ്രൂണോ ആശയക്കുഴപ്പത്തിലായി. അങ്ങനെ ഇരിക്കുകയാണ് ഒരിക്കൽ ഷ്മ്യുവൽ ബ്രൂണോയുടെ വീട്ടിലേക്ക് വരുന്നത്. ആ വീട്ടിലെ ചെറിയ വൈൻ ഗ്ലാസുകളും മറ്റും തുടയ്ക്കാൻ ചെറിയ വിരലുകൾ വേണമായിരുന്നു. നമ്മൾ കൂട്ടുകാരാവരുതെന്നും നമ്മൾ ശത്രുക്കളാണെന്നും അവർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നിന്നെ കാണാൻ വരാഞ്ഞത് എന്ന് ബ്രൂണോ അവനോട് പറഞ്ഞു. ശേഷം അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പലഹാരം അവൻ ഷ്മ്യുവലിനെടുത്ത് കൊടുത്തു. ഷ്മ്യുവൽ അത് ആർത്തിയോടെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കോട്ട്ലർ അവിടേക്ക് വരുന്നത്. നീ എന്തിനാടാ ഇവിടെ ഇരുന്ന് ഭക്ഷണം എടുത്ത് കഴിച്ചത് എന്ന് ചോദിച്ച് കോട്ട്ലർ അവനോട് ദേഷ്യപ്പെട്ടു. ബ്രൂണോ എനിക്ക് തന്നതാണെന്നും അതുകൊണ്ടാണ് ഞാൻ കഴിച്ചത് എന്നും ഷ്മ്യുവൽ അയാളോട് പറഞ്ഞു. കോട്ട്ലർ ദേഷ്യപ്പെട്ട് ബ്രൂണോയുടെ കാര്യം ചോദിച്ചപ്പോൾ ഭയന്നു പോയ അവൻ കള്ളം പറഞ്ഞു. ഞാൻ വന്നപ്പോൾ ഇവൻ കഴിക്കുകയായിരുന്നുവെന്നും ഞാനല്ല കൊടുത്തത് എന്നും ബ്രൂണോയ്ക്ക് പറയേണ്ടി വന്നു. ഇതോടെ ഭക്ഷണം മോഷ്ടിക്കുന്നവരെ എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കോട്ട്ലർ പുറത്തേക്ക് പോയി. ബ്രൂണോ തൻ്റെ മുറിയിലേക്ക് ഓടി വന്ന് കട്ടിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. തൻ്റെ കൂട്ടുകാരനോട് അങ്ങനെ ചെയ്യേണ്ടി വന്നതിൽ അവൻ സ്വയം പഴിച്ചു. കോട്ട്ലർ അവനെ തല്ലുമോ എന്ന് ഭയന്ന ബ്രൂണോ വീണ്ടും ഓടി അവിടേക്ക് വന്നുവെങ്കിലും ഷ്മ്യുവൽ അവിടെ ഉണ്ടായിരുന്നില്ല. പിറ്റേന്ന് അവനടുത്തേക്ക് പോകാനും ബ്രൂണോയ്ക്ക് കഴിഞ്ഞില്ല. കാരണം അന്നാണ് ആ വീട്ടിലേക്ക് കുറച്ച് പട്ടാള ഉദ്യോഗസ്ഥരെത്തിയത്. റാൽഫിൻ്റെ ഓഫീസ് മുറിയിൽ അന്ന് അവർക്കായി ഒരു ചിത്രം പ്രദർശിപ്പിച്ചു. എന്താണത് എന്നറിയാനുള്ള കൗതുകത്തിൽ ബ്രൂണോയും ആ വാതിലിൻ്റെ വിടവിലൂടെ അത് കണ്ടു. അതിൽ ഷ്മ്യുവലിനെ പോലെ വരയൻ പജാമകൾ ധരിച്ച മനുഷ്യർ പന്ത് കളിക്കുന്നതും ആഘോഷങ്ങൾ നടത്തുന്നതും സന്തോഷമായിരിക്കുന്നതും കഫേകളിലും മറ്റും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും കുട്ടികൾ ഓടിക്കളിക്കുന്നതുമൊക്കെയായിരുന്നു കാണിച്ചിരുന്നത്. ഷ്മ്യുവലിനെ പോലെ വിഷമിച്ചിരിക്കുന്ന ആരും അതിലെങ്ങും ഉണ്ടായിരുന്നില്ല. ഷ്മ്യുവൽ പറഞ്ഞതുപോലെ അല്ലല്ലോ ആ ക്യാമ്പിലെ അവസ്ഥയെന്നും എല്ലാവരും വളരെ സന്തോഷത്തിലാണല്ലോ എന്നും ബ്രൂണോ ചിന്തിച്ചു. അത് കണ്ടപ്പോൾ അവന് ഒരു സമാധാനവും തോന്നി. പക്ഷേ അത് നാസികൾ നിർമ്മിച്ച പ്രൊപ്പഗണ്ട സിനിമകളായിരുന്നുവെന്ന് ആ കൊച്ചുകുട്ടിക്ക് മനസ്സിലായില്ല. യാഥാർത്ഥ്യം നേർവിപരീതമായിരുന്നു. തൻ്റെ അച്ഛൻ നല്ലൊരാളാണ് എന്ന് തെറ്റിദ്ധരിച്ച് അവനയാളെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. പിന്നെയും അവന് സന്തോഷം നൽകുന്നൊരു കാര്യമാണ് അവിടെ ഉണ്ടായത്. കോട്ട്ലർ അവിടെ നിന്ന് ജോലി മാറിപ്പോയി. ആ സന്തോഷത്തിൽ തൻ്റെ ബാഡ്മിൻ്റൺ റാക്കറ്റുകളുമായി ബ്രൂണോ ഷ്മ്യുവലിനടുത്തേക്ക് ഓടി. എന്നാൽ അന്ന് ഷ്മ്യുവൽ അവിടെ ഉണ്ടായിരുന്നില്ല. നിരാശയിലായ ബ്രൂണോ വീട്ടിലേക്ക് മടങ്ങിയെത്തി. പിന്നെയും 2 ദിവസം കൂടി തൻ്റെ കളിപ്പാട്ടങ്ങളുമായി അവൻ അവിടേക്ക് ചെന്നുവെങ്കിലും ഷ്മ്യുവൽ അവിടേക്ക് വന്നില്ല. പക്ഷെ അതിനു പിറ്റേന്ന് അവൻ അവിടേക്ക് എത്തുമ്പോൾ ഷ്മ്യുവലും അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവൻ്റെ കണ്ണിന് മുകളിലായി ഒരു മുറിവുമുണ്ടായിരുന്നു. കോട്ട്ലർ അന്നവനെ വല്ലാതെ ഉപദ്രവിച്ചിരുന്നു. താൻ കാരണമാണ് അവനിത് പറ്റിയത് എന്ന് തിരിച്ചറിഞ്ഞ് ബ്രൂണോ അവനോട് ക്ഷമ ചോദിച്ചു. തലകുനിച്ചിരുന്നതല്ലാതെ ഷ്മ്യുവലൊന്നും പറഞ്ഞില്ല. നമ്മളിപ്പോഴും കൂട്ടുകാരല്ലേ എന്ന് ബ്രൂണോ അവനോട് ചോദിച്ചു. കുറേ നേരം ഒന്നും മിണ്ടാതിരുന്ന ശേഷം ഷ്മ്യുവൽ തലയാട്ടി. ആ ഇരുമ്പ് വേലിക്കിടയിലൂടെ അവൻ ബ്രൂണോയ്ക്ക് കൈ കൊടുത്തു. അവനാകെയുള്ള ആശ്വാസം ബ്രൂണോ മാത്രമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ബെർലിൻ നഗരത്തിൽ നടന്ന ഒരു വ്യോമാക്രമണത്തിൽ
ബ്രൂണോയുടെ മുത്തശ്ശി കൊല്ലപ്പെട്ടുവെന്ന് അവിടേക്ക് ഫോൺ വന്നു. ബ്രൂണോ അക്കാര്യവും ഷ്മ്യോലിനോട് സംസാരിച്ചു. തൻ്റെയും മുത്തശ്ശനും മുത്തശ്ശിയും 1 വർഷം മുൻപ് മരിച്ചു പോയിരുന്നുവെന്ന് പറഞ്ഞ് ഷ്മ്യോൽ അവനെ ആശ്വസിപ്പിച്ചപ്പോൾ രണ്ടുപേരും എങ്ങനെയാണ് ഒരു ദിവസം മരിച്ചു പോയത് എന്ന് ബ്രൂണോ അവനോട് ചോദിച്ചു. രണ്ടുപേരെയും പട്ടാളക്കാർ മറ്റൊരു സ്ഥലത്ത് ജോലിക്ക് കൊണ്ടുപോയതാണെന്നും എങ്ങനെയാണ് മരിച്ചതെന്ന് അറിയില്ല എന്നുമാണ് ഷ്മ്യോൽ അവനോട് പറഞ്ഞത്. അങ്ങനെ ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. എല്ലാ ദിവസവും ബ്രൂണോ ഷ്മ്യോലിനെ കാണാനായി എത്തും. പട്ടാളക്കാർക്ക് പെട്ടെന്ന് കാണാൻ കഴിയാത്ത പോലെ ഒളിഞ്ഞിരുന്ന് ഷ്മ്യോൽ അവനോടൊപ്പം ചെക്കേസ് ഗെയിം കളിക്കും. അവരുടെ സൗഹൃദം ഓരോ ദിവസം കൂടുന്തോറും ശക്തമായി വരികയായിരുന്നു. നീ ഇനി എന്തെങ്കിലും എന്നെ കാണാൻ വരാതെ ഇരിക്കുമോ എന്ന് ഷ്മ്യോൽ അവനോട് ചോദിച്ചു. ഞാൻ എന്നും വരുമെന്നും നീ വരാതിരിക്കരുത് എന്നും ബ്രൂണോ മറുപടി പറഞ്ഞു. പക്ഷേ ഈ സമയത്ത് തന്നെ തൻ്റെ വീടിന് തൊട്ടരികിൽ നടക്കുന്ന ക്രൂരതകളും കൂട്ടക്കുരുതികളും എൽസയെ വിഷാദത്തിലാക്കിയിരുന്നു. എന്നും എൽസയും റാൽഫും തമ്മിൽ അത് പറഞ്ഞ് വഴക്കും തർക്കവും പതിവായി. എത്രയും വേഗം ഇത് അവസാനിപ്പിച്ച് നമുക്ക് മടങ്ങിപ്പോവാമെന്ന് എൽസ പറഞ്ഞുവെങ്കിലും തൻ്റെ രാജ്യത്തിനു വേണ്ടി തനിക്ക് നിറവേറ്റേണ്ട ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിന്മാറാൻ റാൽഫ് തയ്യാറായില്ല. ഇതോടെ അവസാനം ഇരുവരും ഒരു തീരുമാനത്തിലെത്തി. കുട്ടികളെയുമായി എൽസ ഹെയ്ഡൽബർഗിലേക്ക് പോവുക. റാൽഫ് ഇക്കാര്യങ്ങൾ കുട്ടികളോട് പറഞ്ഞപ്പോൾ ഗ്രേറ്റൽ പോകാൻ തയ്യാറായെങ്കിലും ബ്രൂണോ അതിന് സമ്മതിച്ചില്ല. താൻ എന്നും അവനെ കാണാൻ ചെല്ലാമെന്ന് ബ്രൂണോ ഷ്മ്യോലിന് വാക്ക് കൊടുത്തിരുന്നു. തൻ്റെ ഇവിടുത്തെ ഏക സുഹൃത്തിനെ ഒറ്റയ്ക്കാക്കി പോവാൻ അവന് മനസ്സ് വന്നില്ല. പക്ഷേ അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചായിരുന്നില്ല റാൽഫ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയത്. അച്ഛൻ ഇവിടെ പിടിപ്പത് പണിയുണ്ട്. അമ്മയ്ക്കിവിടെ നിൽക്കാനും താല്പര്യമില്ല. അമ്മയില്ലാതെ നിങ്ങളെ ഇവിടെ നിർത്താനും തരമില്ല. നിങ്ങൾ രണ്ടാളും പോയേ മതിയാവൂന്ന് അയാൾ തറപ്പിച്ച് പറഞ്ഞു. കുഞ്ഞു ബ്രൂണോയ്ക്ക് മുന്നിൽ വേറെ മാർഗമില്ലായിരുന്നു. ഇക്കാര്യം പറയാനായി ബ്രൂണോ ഷ്മ്യോലിനടുത്തേക്കെത്തി. പക്ഷേ ഷ്മ്യോൽ അപ്പോൾ വലിയ വിഷമത്തിലായിരുന്നു. അവൻ്റെ അച്ഛനെ കാണാനുണ്ടായിരുന്നില്ല. മറ്റെവിടെയോ ജോലിക്ക് കൊണ്ടുപോകാനെന്ന് പറഞ്ഞ് പട്ടാളക്കാരയാളെ കൂട്ടിക്കൊണ്ടുപോയതായിരുന്നു. പക്ഷേ പിന്നീട് അയാൾ മടങ്ങി വന്നിരുന്നില്ല. ഇക്കാര്യം ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ഷ്മ്യോലിനോടാണ് താൻ നാളെ ഇവിടെ നിന്ന് പോവുകയാണെന്ന് ബ്രൂണോ പറഞ്ഞത്. ഞാനിനി നിന്നെ കാണില്ല എന്ന് ഷ്മ്യോൽ അവനോട് ചോദിച്ചു. ഞാനൊരവസരം കിട്ടിയാൽ നിന്റെ അടുത്തേക്ക് വരാമെന്ന് ബ്രൂണോ ഉറപ്പ് കൊടുത്തു. പിന്നീട് അച്ഛനെ കാണാതായതിൽ അവനെ സമാധാനിപ്പിക്കുകയാണ് ബ്രൂണോ ചെയ്തത്. എനിക്ക് അങ്ങോട്ട് വരാൻ കഴിയുമായിരുന്നെങ്കിൽ അച്ഛനെ കണ്ടെത്താൻ ഞാനും സഹായിക്കാമായിരുന്നു എന്ന് ബ്രൂണോ പറഞ്ഞപ്പോഴാണ് വേലിക്ക് ചുവട്ടിലെ മണ്ണ് ഇളകി കിടക്കുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പക്ഷേ കയ്യിലുണ്ടായിരുന്ന കമ്പുകൊണ്ട് അവൻ കുഴിക്കാൻ നോക്കിയിട്ടും അവിടം കുഴിയുന്നുണ്ടായിരുന്നില്ല. അതോടെ നാളെ പോകും മുൻപ് ഷവലുമായി ഞാൻ ഇവിടേക്ക് വരാമെന്നും അപ്പുറത്തെത്തി നമുക്ക് ഒന്നിച്ച് നിന്റെ അച്ഛനെ തിരയാമെന്നും ബ്രൂണോ ഷ്മ്യോലിനോട് പറഞ്ഞു. പക്ഷേ അത് പട്ടാളക്കാർ കണ്ടാൽ പ്രശ്നമാണെന്ന് ഇരുവർക്കും അറിയാമായിരുന്നു. ഒടുവിൽ പട്ടാളക്കാർ അവനെ തിരിച്ചറിയാതിരിക്കാൻ അവർ ഒരു മാർഗവും കണ്ടെത്തി. ഷ്മ്യോൽ ധരിച്ചിരിക്കുന്ന പോലെ ഒരു പജാമ ബ്രൂണോയും ധരിച്ചാൽ പട്ടാളക്കാർക്ക് അവനെ തിരിച്ചറിയാൻ കഴിയില്ല. അപ്പോഴേക്കും പെട്ടെന്ന് ദൂരെ നിന്ന് വിളി വന്നു. ഷ്മ്യോൽ എഴുന്നേറ്റ് തിരിച്ചു പോകുമ്പോൾ ഞാൻ നാളെ ഷവൽ കൊണ്ടുവരാമെന്നും നീ പജാമ മറക്കരുത് എന്നും ബ്രൂണോ അവനോട് വിളിച്ചു പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രിയിൽ ഇരുവർക്കും ഉറക്കം വന്നില്ല. നാളെ ഒന്നിച്ച് അച്ഛനെ തിരയാൻ പോകുന്നതിലുള്ള സന്തോഷവും പിടിക്കപ്പെടുമോ എന്നുള്ള ഭയവും അവരുടെ ഉറക്കം കെടുത്തി. പിറ്റേന്ന് രാവിലെ തന്നെ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ ആ വീട്ടിൽ ആരംഭിച്ചിരുന്നു. പക്ഷേ ബ്രൂണോ അതൊന്നും കാര്യമാക്കാതെ വലിയൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കി പാൻസിൽ ഒളിപ്പിച്ച് താൻ മുറ്റത്ത് കളിക്കാൻ പോവുകയാണെന്ന് അമ്മയോട് പറഞ്ഞ് ഒരു ഷവലുമായി ഷ്മ്യോലിനടുത്തേക്ക് ഓടി. അപ്പോഴേക്കും അവനായുള്ള പജാമയുമായി ഷ്മ്യോൽ അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. വേഗം തന്നെ ബ്രൂണോ ആ പജാമ ധരിച്ച് വേലിക്കടിയിലെ മണ്ണ് നീക്കാൻ ആരംഭിച്ചു. ഇതേ സമയം വീട്ടിൽ ഇത്ര നേരമായിട്ടും ബ്രൂണോയെ അകത്തേക്ക് കാണാതെ എൽസ മുറ്റത്തേക്ക് നോക്കിയപ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. ബ്രൂണോ ആകട്ടെ ആ ഇരുമ്പ് വേലിക്കടിയിൽ ഒരു കുഴി നിർമ്മിച്ച് മുള്ളുവേലിയിൽ തട്ടാതെ അകത്തേക്ക് പ്രവേശിച്ചിരുന്നു. ശേഷം അവൻ ഷ്മ്യോലിനൊപ്പം വേഗം ആ ക്യാമ്പിലേക്ക് ഓടി. ഇപ്പോഴവനെ കണ്ടാൽ തടവിലാക്കപ്പെട്ടൊരു ജൂതക്കുട്ടിയാണെന്നേ തോന്നുകയുള്ളൂ. ഷ്മ്യോലിനൊപ്പം ആ ക്യാമ്പിനുള്ളിലേക്ക് പ്രവേശിച്ചപ്പോഴാണ് താൻ പുറത്തുനിന്ന് കണ്ടതിലും അധികം ആളുകൾ അവിടെ ഉണ്ടായെന്ന് ബ്രൂണോ തിരിച്ചറിഞ്ഞത്. ആ മനുഷ്യരെയും ആ പരിസരങ്ങളും എല്ലാം കണ്ടവന് പേടിയായി തുടങ്ങിയെങ്കിലും ഷ്മ്യോലിന്റെ അച്ഛനെ കണ്ടെത്തണമല്ലോ എന്നുള്ളതുകൊണ്ട് അവൻ തിരിച്ചു പോകാതെ ഷ്മ്യോലിനൊപ്പം തിരച്ചിൽ ആരംഭിച്ചു. ഇതേ സമയം വീട്ടിൽ എൽസയും മരിയയും
ബ്രൂണോയെ അവിടെ എല്ലാം തിരയാൻ ആരംഭിച്ചിരുന്നു. പക്ഷെ അവിടെ എങ്ങും അവനെ കാണാതെ വന്നതോടെ അവർ വല്ലാതെ ഭയപ്പെട്ടു. എന്നാൽ ഈ സമയം ബ്രൂണോ ഷ്മ്യൂലിനൊപ്പം അവൻ്റെ അച്ഛനെ അന്വേഷിച്ച് ക്യാമ്പുകളിലെ മുറിയിലേക്ക് കയറിയിരുന്നു. ആ ഇടുങ്ങിയ മുറിയിൽ 100 കണക്കിന് മനുഷ്യരായിരുന്നു ഒന്നിച്ച് താമസിച്ചിരുന്നത്. ഒന്നും താൻ ആ സിനിമയിൽ കണ്ടതുപോലെയല്ല എന്ന് ബ്രൂണോ തിരിച്ചറിഞ്ഞു. പക്ഷേ പെട്ടെന്നാണ് അവിടെ ഒരു സൈറൻ മുഴങ്ങിയത്. ഇതോടെ പട്ടാളക്കാർ അവരോടെല്ലാം വരി നിൽക്കാൻ ആവശ്യപ്പെട്ടു. ബ്രൂണോയെയും ഷ്മ്യൂലിനെയും ഉൾപ്പെടെ ആ മനുഷ്യരെല്ലാം ആ പട്ടാളക്കാർ വരി നിർത്തി മുന്നോട്ട് നടത്താൻ ആരംഭിച്ചു. എങ്ങോട്ടാണ് തങ്ങളെ കൊണ്ടുപോകുന്നത് എന്ന് ആ കുട്ടികൾ ഭയപ്പെട്ടു. പേടിച്ച ആ മനുഷ്യർക്കിടയിൽ നിന്ന് രക്ഷപ്പെടാൻ ബ്രൂണോ ശ്രമിച്ചുവെങ്കിലും അവനതിന് കഴിഞ്ഞില്ല. പട്ടാളം ആ മനുഷ്യരോടൊപ്പം ആ കുട്ടികളെയും ഭൂമിക്കടിയിലെ ആ ചേംബറിനുള്ളിലേക്ക് കയറ്റി. ഇതേ സമയം ബ്രൂണോയെ അവിടെ എല്ലാം അന്വേഷിക്കുന്നതിനിടയ്ക്കാണ് ഔട്ട് ഹൗസിലേക്കുള്ള വാതിൽ തുറന്നു കിടക്കുന്നത് എൽസ കണ്ടത്. അവർ ഔട്ട് ഹൗസിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടുത്തെ ജനലിന് താഴെയായി ഒരു സാൻഡ്വിച്ച് കിടപ്പുണ്ടായിരുന്നു. ആ ജനൽ വഴി പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയ്ക്ക് ബ്രൂണോയുടെ കയ്യിൽ നിന്ന് വീണുപോയതാണത് എന്ന് അവർ തിരിച്ചറിഞ്ഞു. എൽസ വേഗം തന്നെ ഗ്യാസ് ചേംബറുകളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്ന റാൽഫിനും മറ്റുദ്യോഗസ്ഥർക്കും അടുത്തേക്കെത്തി ബ്രൂണോ അവിടേക്ക് പോയി എന്ന് പറഞ്ഞു. ഇതേ സമയം ചേംബറിനുള്ളിൽ കയറിയിരുന്ന മനുഷ്യരുടെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റാൻ പട്ടാളം ആവശ്യപ്പെട്ടു. കൂടെയുള്ളവർ ചെയ്യുന്നത് കണ്ട് ബ്രൂണോയും ഷ്മ്യൂലും പേടിച്ച് അതുപോലെ ചെയ്തു. കൂടെയുള്ള കുട്ടികൾ പേടിക്കാതിരിക്കാനായി പേടിക്കേണ്ട, എല്ലാവരും കുളിക്കാൻ പോവുകയാണെന്ന് മുതിർന്ന മനുഷ്യരിൽ ചിലർ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അത് പറയുമ്പോഴും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ആ മനുഷ്യർക്കറിയാമായിരുന്നു. ശേഷം പട്ടാളക്കാർ ആ കുട്ടികളെയും ആ മനുഷ്യരെയും മറ്റൊരു ചെറിയ ചേംബറിലേക്ക് കയറ്റി പൂട്ടിയിട്ടു. ഇതേ സമയം റാൽഫും സംഘവും ബ്രൂണോ എടുത്ത് ആ കുഴിക്കടുത്തേക്ക് എത്തിയിരുന്നു. അവൻ ക്യാമ്പിനുള്ളിലേക്ക് പ്രവേശിച്ചുവെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. അയാൾ മുൻഗേറ്റിലേക്ക് ഓടുമ്പോൾ പിന്നാലെ കരഞ്ഞുകൊണ്ട് എൽസയും ഗ്രേറ്റിലും എത്തി. അവർ ഭയന്ന കാര്യം ഉള്ളിൽ സംഭവിക്കുകയായിരുന്നു. ആ മനുഷ്യർക്കൊപ്പം ആ കുട്ടികളും ചേംബറിനുള്ളിൽ നിന്ന് കൈകൾ കോർത്തു പിടിച്ചു. പെട്ടെന്ന് ആ ചേംബറിലെ വെളിച്ചമണഞ്ഞു. ആ ചേംബറിലേക്ക് അവർ വിഷവാതകം നിറച്ചു. ആ ചേംബറിന്റെ ഇരുമ്പ് വാതിലുകളിൽ മനുഷ്യർ ശക്തമായി തല്ലാനും നിലവിളിക്കാനും ആരംഭിച്ചു. പതിയെ ആ നിലവിളികൾ നിലച്ചു. റാൽഫ് അവിടേക്ക് എത്തുമ്പോഴേക്കും സമയം ഒരുപാട് വൈകിപ്പോയിരുന്നു. ബ്രൂണോ എന്നുള്ള അയാളുടെ ഉറക്കെയുള്ള വിളി കേട്ട് താൻ ഭയന്ന് സംഭവിച്ചുവെന്ന് എൽസ മനസ്സിലാക്കി. അവർ തൻ്റെ കുഞ്ഞിൻ്റെ അഴിച്ചു മാറ്റപ്പെട്ട വസ്ത്രങ്ങൾ കയ്യിലെടുത്ത് നിലത്തിരുന്ന് നിലവിളിച്ചു. ശേഷം അവർ ഹൃദയം തകർന്ന് ആ മണ്ണിലേക്ക് വീണു. എല്ലാം അവസാനിച്ചുവെന്ന് തിരിച്ചറിഞ്ഞ് നിസ്സഹായനായി റാൽഫ ചേംബറിന് മുന്നിൽ നിന്നു. തൻ്റെ നിരപരാധിയായ മകൻ്റെ വിധിയെക്കുറിച്ചോർത്ത് അയാൾ വേദനിച്ചു. പക്ഷേ തൻ്റെ മകനോടൊപ്പം താൻ കൊന്നു തള്ളിയ അനേകം നിഷ്കളങ്കരായ കുട്ടികളുടെ മുഖങ്ങൾ അയാൾ ഓർത്തിട്ടുണ്ടാകുമോ?